അമ്മ ഈ വാതിൽ പൂട്ടി പോണത് എങ്ങടാന്നല്ലേ? വരൂ നമുക്ക് നോക്കാം എങ്ങടാന്ന്. സന്ധ്യ അങ്ങനെ കുഞ്ഞാ ചെരുപ്പൊക്കെ ഇടുകയാണ് അല്ലേ? എവിടെ പോവാ കുഞ്ഞാവേ? സിനിമേ? പിന്നെ അത് മതി. എവിടെ പോവാ? അതല്ല, കുഞ്ഞാവിനോട് ചോദിച്ചാ കുഞ്ഞാവ് പറയണം. എങ്ങടാ പോവണ്ടേ? അച്ഛനോട് എടുത്തില്ലേ? അമ്മേ, കുഞ്ഞാവ് പറയാ സിനിമയ്ക്കാണ് പോണത് എന്ന്. സിനിമയ്ക്കല്ല, നമ്മളെങ്ങടാ പോണേ? സദ്യ എത്രയോ മുന്നേ പോയിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആണ് കേട്ടോ. എനിക്ക് അധികം സമയമൊന്നും കിട്ടാത്തത് കൊണ്ട് എഡിറ്റ് ചെയ്തിടാനും പറ്റിയില്ല. സംഭവം നമ്മുടെ ജെമിനി സർക്കസ് തന്നെയാണ്. പെരിന്തൽമണ്ണ വന്ന സമയത്ത് ഒന്ന് പോയി നോക്കണ്ടേ എന്നോർത്തിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ അമ്പലത്തിൽ, ഇതിൻ്റെ ഓണർ അച്ഛൻ്റെ അമ്പലത്തിൽ വന്ന സമയത്ത് തിരുമേനി കുട്ടികളെയും ഫാമിലീനെയൊക്കെ കൂട്ടിയിട്ട് വരൂ, നമ്മളൊരു പ്രാവശ്യം നമ്മളൊരു ഷോ കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ടിക്കറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്നാൽ ഒന്ന് പോയി നോക്കാമല്ലോ, എങ്ങനെയുണ്ട് നോക്കാമെന്ന് ഓർത്തിട്ട് കുഞ്ഞാവ് പറയാം, അടിപൊളീനെ അമ്മുച്ചിട്ടേ, പുറത്തൊക്കെ എന്ത് രസമാണ് ലൈറ്റൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ കേട്ടോ. ഞാൻ അമ്മയെടുത്ത് പറയാം, അമ്മ ഇങ്ങോട്ട് നോക്കൂ, ചിരിക്കൂ എന്ന് പറഞ്ഞു. അച്ഛനെ ഈ കിടന്ന് തിരയണം എന്താണെന്ന് അറിയാം, ഇവിടെ പാർക്കിങ്ങിന് ഇവിടെ ഇതിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 30 രൂപ. അത് കുറച്ച് കൂടുതലായി പോയ പോലെ തോന്നി. അപ്പോൾ ഞാൻ അച്ഛനോട് പറയായിരുന്നു, അച്ഛൻ അത് ഇത്തിരി കൂടുതലായില്ലേ എന്ന് ചോദിക്കുമായിരുന്നു. പക്ഷേ അവർ അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ അവർക്കൊക്കെ കിട്ടണമല്ലേ എന്ന് ഓർത്തിട്ട് നമ്മൾ വണ്ടി എന്തായാലും സെക്യൂറായിട്ട് ഇരിക്കുമല്ലോ. പക്ഷേ ഇതിന് തൊട്ട് മുന്നേ തന്നെ കേട്ടോ 2 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയിലേക്ക് എത്തും. അങ്ങനെയാണ് പാർക്കിംഗ് സർവീസൊക്കെ അവിടെ വെച്ചിട്ടുള്ളത്. പക്ഷേ പറയാൻ പറ്റില്ല, നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ള സ്ഥലത്ത് നമ്മൾ അതേപോലെ ചെയ്യുക എന്നുള്ളതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ മഴയായ സമയത്ത് ഇവരെങ്ങനെയാണ് അങ്ങനെ ഈ ഒരു സമയത്ത് ചെയ്യണത് എന്നാണ് ഞാൻ ആലോചിക്കണത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഒരു കൂടാരം പോലെ നമ്മൾ ആ ഒരു സർക്കസ് കൂടാരത്തിൽ പണിയെടുക്കണ നമ്മളുടെ സർക്കസ് കൂടാരാന്നൊക്കെ തോന്നും അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. കാരണം ഈ ജോക്കർ സിനിമ കണ്ട ഒരു ഓർമ്മ എനിക്കിപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ആ സിനിമയൊക്കെ കണ്ടിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുമുണ്ട് കേട്ടോ. നമുക്ക് ഭയങ്കര സങ്കടമാവില്ലേ? അത് ഭയങ്കര ഇമോഷണലായിട്ട് ഇങ്ങനെ ടച്ച് ആവുന്നൊരു ഫിലിമല്ലേ ജോക്കർ സിനിമ. അപ്പോൾ ഞാൻ എന്താ ശരിക്കും വിചാരിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള മൃഗങ്ങൾ വെച്ച് എന്തെങ്കിലുമൊക്കെ സർക്കസ് ചെയ്യിപ്പിക്കും എന്നൊക്കെ ഓർത്തിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 350, 250, 150 അങ്ങനെയാണ് കേട്ടോ പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നത് ടിക്കറ്റിൻ്റെ. അപ്പം ഞാൻ ഓർത്തു, എന്നാൽ പിന്നെ ഒന്ന് പോയി നോക്കാമല്ലോ. മൃഗങ്ങളെയൊക്കെ വെച്ച് ചെയ്യണതാകുമ്പോൾ അവർ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട്, എനിക്ക് ഷിറ്റ്സു നായ്ക്കുട്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് നമ്മൾ ഈ നായക്കുട്ടികളൊക്കെ ഇങ്ങനെ ട്രെയിൻ ചെയ്യിച്ച് അങ്ങനെ അവരോരോ കുസൃതികൾ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ലേ. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ചെന്ന് കഴിഞ്ഞപ്പോൾ അല്ലടാ എന്താ അവിടെ നടക്കണമെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയാനൊന്നും പറ്റില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞതാണ് കേട്ടോ. കുറേ ട്രെയിനേഴ്സ് വെച്ച് ചെയ്യുന്നതായതുകൊണ്ട് എന്നാലും കണ്ടിരിക്കാം കേട്ടോ. നമുക്ക് 2 മണിക്കൂറൊക്കെ ഇരിക്കുമ്പോൾ കണ്ടിരിക്കാം. സ്റ്റാർട്ടിങ് ഇങ്ങനത്തെ കുറേ ഐറ്റംസാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇങ്ങനത്തെ ഈ ഒരു ഏണി വെച്ചിട്ടുള്ള ഇതിൽ ബാലൻസ്ഡ് ആയിട്ട് കയറി പോണത് നമുക്ക് തോന്നിപ്പോകും കേട്ടോ. പക്ഷേ സമ്മതിക്കണം കേട്ടോ, ഇത് ഭയങ്കരമായിട്ട് ട്രെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അവരുടെ ബോഡി അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത്
ആ ബോഡീനെ അത്രയും ഫ്ലെക്സിബിൾ ആക്കിയിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഹാർട്ട് ഒരു സല്യൂട്ട് കൊടുക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം സ്ത്രീകളാണെന്നുണ്ടെങ്കിലും പുരുഷന്മാരാണെന്നുണ്ടെങ്കിലും സ്ത്രീകൾക്ക് കുറച്ചും കൂടെ ആ ഒരു വഴക്കം കിട്ടണ്ടേ, അതെനിക്ക് ഭയങ്കരമായിട്ടൊരു വാവ് ഫീലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ ഇവർ ചെയ്യണമെന്നുള്ളൊരു സംഭവം. ഓരോന്ന് കഴിഞ്ഞാലും ഓരോന്നിന് ഭയങ്കര പണിയാണ് കേട്ടോ. അഴിച്ച് മാറ്റി പണിതിട്ടാണ് അവർ അടുത്തത് എടുക്കണത്. കുഞ്ഞാവ് പറയാം എനിക്ക് അതിനെ ഇഷ്ടമായതെന്ന്. കുഞ്ഞാവിടെ ചേരും കുഞ്ഞാവയുടെ അതേ പ്രായമേ ഉള്ളൂ. ആ ഒരു ഹൈറ്റൊക്കെ കണ്ടപ്പോഴേ കുഞ്ഞാവയുടെ കൂട്ടുകാരൻ്റെ ഒക്കെ പോലെയാണ് കുഞ്ഞാവയ്ക്ക് തോന്നിയത് എന്നട്ടോ പറഞ്ഞ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരേപോലെ ഇങ്ങനെ ഫ്ലാഗ് ഇങ്ങനെ പോണത് കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ. നമുക്കൊരു വൺ ടൈം എക്സ്പീരിയൻസ്, ഒരു വൺ ടൈം വാച്ചബിൾ മൂവി എന്നൊക്കെ പറയണ പോലെ തന്നെയാണ് കേട്ടോ. ഒരു പ്രാവശ്യം കാണാനുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ മഴയായ സമയത്തായതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും, ഞങ്ങൾക്കത് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും മഴയും ആ സർക്കസ് കൂടാരം തന്നെ അത്രയും ഹൈറ്റിലും തുണികളൊക്കെ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അപ്പം അങ്ങനെ പിന്നെ കുറേ ജിമ്മന്മാരുണ്ടായിരുന്നു. അവരെന്നിട്ട് വന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹായ് ഹായ്, ഒരു പ്രത്യേക ഹായ് ആണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഹായ് ഒക്കെ തന്നിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്ത്, നമ്മളിപ്പോൾ ഒരു ഇതിപ്പോൾ എന്താ എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന സമയത്താവും ഇവർ വന്നിട്ട് ഹായ് ഹായ് എന്ന് പറഞ്ഞ് ഒച്ചുണ്ടാക്കണത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം എന്താ ഒരു മെജീഷ്യൻ പോലെ ഒരു മെജീഷ്യനല്ല, നമ്മൾ ഈ പണ്ട് ഈ ബോൾ ഇങ്ങനെ അമ്മാനെ ആടില്ലേ, മുത്തശ്ശി ചെയ്യാറുണ്ട് കേട്ടോ. മുത്തശ്ശി പക്ഷേ 2 വെച്ചിട്ടാട്ടോ ചെയ്യാറുള്ളത്. ഇത് 2-3 വെച്ചിട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് വേണം. അതുപോലെ തന്നെ ഈ ഒരു റിങ്ങും കേട്ടോ. എനിക്ക് ഈ പുള്ളിക്കാരൻ ചെയ്തത് എനിക്കും അമ്മയ്ക്കാണെന്നുണ്ടെങ്കിലും, കാരണം പുള്ളി ഭയങ്കര ഷാർപ്പ് മൈൻഡായിട്ട് ഇരുന്നിട്ടാണ് പുള്ളിയുടെ എല്ലാം ചെയ്യണത്. അതുപോലെ തന്നെ ഓഡിയൻസിനെയും എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട്. പുള്ളി ചെയ്യണതിലേക്കും ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു, എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഒരു ജെമിനി സർക്കസ് കണ്ടൊരു ഓർമ്മ എനിക്ക് തോന്നുന്നു. കുഞ്ഞുമുത്തശ്ശിയുടെ കൂടെ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തിട്ട് ഒരു ജെമിനി സർക്കസ് പെരിന്തൽമണ്ണ. അന്ന് കുഞ്ഞുമുത്തശ്ശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശിയുടെ അനിയത്തി കേട്ടോ, ലാബ് ടെക്നീഷ്യനാണ്. അപ്പോൾ സ്വന്തമായിട്ട് ലാബൊക്കെ ഉണ്ടായിരുന്നു. അമ്മയുടെ പേരാണ് കേട്ടോ ലാബിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഐസ്ക്രീമിൻ്റെ കഥ ഞാൻ വേഗം പറയാം കേട്ടോ. ഈ ഒരു ഐസ്ക്രീം ഒരാൾ വന്നിട്ടേ ഫുൾ ഒരു വലിയ ഒരു ടിന്ന് നിറച്ച് ഇവർ ഐസ്ക്രീം കൊണ്ടുവന്നിട്ട് ഐസ്ക്രീം വേണോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ പേര് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഇത് ഈ പുള്ളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയടിക്കൂ എല്ലാവരും കൈയടിച്ച് എന്താ പറയുക, മറ്റേ എൻകറേജ് ചെയ്യൂ ഇവിടെ പങ്കെടുക്കുന്നവരെ, ഐ മീൻ ഇവർ ഈ കാണിക്കുന്നവരെ എന്ന് പറയാണ്. അതുപോട്ടെ. ഇപ്പോൾ ഈ ഐസ്ക്രീമിൻ്റെ കഥ പറയാൻ പറഞ്ഞില്ലേ, ഐസ്ക്രീമിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്നിട്ട് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരം ഈ 350 രൂപയുടെ ടിക്കറ്റ് എടുത്തവർക്ക് ഐസ്ക്രീം ഫ്രീ ആണെന്നാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അല്ലേ, പുള്ളിനോട് അച്ഛൻ ക്യാഷ് എന്ന് വെച്ചാൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി ഒരു ഹിന്ദിക്കാരനാണ്, ബായിയാണ്. ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊടുക്കുമ്പോൾ ചിലർ വാങ്ങിക്കുന്നുണ്ട്, ചിലർ വാങ്ങിക്കില്ല. അപ്പോൾ അച്ഛൻ വിചാരിച്ചത് തണുപ്പായതുകൊണ്ട് കുറേ പേര് വാങ്ങിക്കാത്തായിരിക്കുന്നതാണ് അച്ഛൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ അയാളത് എല്ലാവർക്കും വന്ന് തന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം 50 എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണെടാ മനസ്സിലാവണത് ഇത് ഫ്രീ ടിക്കറ്റിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത സംഭവമൊന്നുമല്ല, നമ്മൾ സെപ്പറേറ്റ് അതിന് ബില്ല് പേ ചെയ്യണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സത്യം ഞങ്ങൾക്കന്ന് വലിയ തണുപ്പൊക്കെ ബാധിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. തൊണ്ടയ്ക്കൊക്കെ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഐസ്ക്രീം കഴിക്കാനുള്ളൊരു ഇതൊന്നുമില്ല. പക്ഷെ വന്ന് നമ്മളടുത്ത് കൊണ്ടിങ്ങനെ തരികയാണ്. ദാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തരുമ്പോൾ നമ്മളെ മുഖത്തേക്ക് നോക്കില്ലേ, നമ്മളോട് വേണോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ചോദിക്കണത്. നമ്മൾക്ക് കയ്യിൽ ഇങ്ങോട്ട് കൊണ്ട് വെച്ച് തരുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അച്ഛനങ്ങോട്ട് ചോദിക്കണ്ടേ ക്യാഷ് എവിടെ, പുള്ളി ഒന്നും വിട്ടില്ല. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, നമ്മൾ ടിക്കറ്റിൻ്റെ കൂടെയാണ്. നമ്മൾ ഈ ഒരു 350 രൂപയുടെ കൗണ്ടറിൽ ഇരിക്കുന്ന എല്ലാവർക്കും പുള്ളി അങ്ങനെ കൊടുക്കണുണ്ടേനും. ചിലർ വാങ്ങിച്ചതും ഇല്ല. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഐസ്ക്രീം പകുതിയാകുമ്പോഴേക്കും പുള്ളി വന്നിട്ട് ക്യാഷ് 50 റുപ്പി എന്നിട്ട് ഞങ്ങൾ ആൾ വീതം തല വീതം എണ്ണായിരുന്നു കേട്ടോ അയാൾ. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് നിന്നിട്ട് എല്ലായിടത്തും പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനീ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇതേപോലെ കുറേ സർക്കസ് ഐറ്റംസ് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. നിങ്ങൾ നേരിട്ട് ഇതേപോലെ സർക്കസിന് പോയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കഥകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നല്ല രസകരമായിട്ടുള്ള കഥയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങൾ സർക്കസിന് പോയ ടൈമിൽ മൃഗങ്ങളൊക്കെ വെച്ച് ആന, കരടി, കുതിര,
അതിനൊക്കെ വെച്ചിട്ട് ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് മനുഷ്യന്മാരെയൊക്കെ കൂടുതൽ മൃഗങ്ങൾ ട്രെയിൻ ചെയ്യിച്ചിട്ട് അവർ ഭംഗിയായിട്ട് ഇങ്ങനെ ബോൾ കളിക്കണതും അതൊക്കെ രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കുഞ്ഞാവയ്ക്ക് ഇവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുഞ്ഞാ എന്നിട്ട് പറയാം, നമുക്ക് വീട്ടിലേക്ക് ഇത് കൊണ്ടുപോയാലോ അമ്മച്ചിട്ടെ, എങ്ങനെ ഉണ്ടാവും? നല്ല രസമാവും. അവർ 2 ദിവസം കഴിഞ്ഞാൽ കുഞ്ഞാവേനെ അവിടെ ഇട്ടിട്ടോ ഓടിട്ടോ എന്ന് പറയായിരുന്നു. ഞാൻ കുഞ്ഞാവേടെ അടുത്തിട്ടോ. അപ്പോൾ കുഞ്ഞുമുത്തശ്ശിയുടെ കഥ പറഞ്ഞില്ലല്ലോ അല്ലേ ബാക്കി. അപ്പം അങ്ങനെ കുഞ്ഞുമുത്തശ്ശിയുടെ കൂടെ പണ്ട് ഞാൻ 5ലോ 6ലോ പഠിക്കുമ്പോൾ പെരിന്തൽമണ്ണ ഒരു ജഹനാറ തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എവിടെയോ ആയിട്ടാണ് ഞാനൊരു സർക്കസ് കാണാൻ പോയ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുള്ളത്. പക്ഷെ അന്ന് മൃഗങ്ങളുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അതിനുള്ളൊരു പെർമിഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ മൃഗങ്ങളെയൊന്നും ഇതാ ഇവരുടെ കയ്യിലാണ് ഐസ്ക്രീം ഉണ്ടായിരുന്നത്. ഇവരടുത്തത് പോപ്കോൺ കണ്ടോ, ഇതാ വരുന്നു ഇങ്ങനെ വെച്ച് കൊണ്ടു തരുന്നു നമ്മളെ കയ്യിൽ. അപ്പം നമ്മളെന്താ അച്ഛൻ കാണിച്ചിട്ടില്ലേ, അപ്പം നമ്മളെന്താ വിചാരിക്കുക, നമ്മളെ കയ്യിൽ ഇങ്ങനെ കൊണ്ടുവച്ച് തരണം, അല്ലെങ്കിൽ ഇത് വേണോ എന്നല്ല ചോദിക്കുക. ആ സാധനം അതിൻ്റെ ഉള്ളിൽ നിന്നോട്ട് എടുത്ത് നമ്മളെ മടിയിലോട്ട് വെച്ചിടും. അപ്പം നമ്മളെന്താ വിചാരിക്കുക, ഇതിപ്പോൾ എന്തായാലും ടിക്കറ്റിൻ്റെ കൂടെ ഉള്ളതായിരിക്കും. ഫസ്റ്റ് ട്രിപ്പ് ഐസ്ക്രീം അങ്ങനെയാണെന്ന് മനസ്സിലായിട്ട് ആൾക്കാരൊക്കെ ആ പുള്ളീനെ നോക്കാതെ മൈൻഡ് ചെയ്യാതിരിക്കണത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പിൽ അവരുടെ കയ്യിൽ പോപ്കോൺ ആയിരുന്നു കേട്ടോ. അതും ഇതേപോലെ 50 രൂപ തന്നെയായിരുന്നു. മൂന്നാമത്തെ ട്രിപ്പിൽ പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനറൽ വാട്ടർ ആയിരുന്നു. അപ്പോൾ ആദ്യം മധുരം, പിന്നെ ഇങ്ങനത്തെ ഉപ്പും സംഭവം, പിന്നെ അടുത്തത് വെള്ളം. ഇവർക്ക് ഭയങ്കരമായിട്ട് ഇത് മാർക്കറ്റിങ് അല്ലെങ്കിൽ സെയിൽ ചെയ്യാൻ നന്നായിട്ട് അറിയാം കേട്ടോ. എനിക്ക് ഈ ഒരു പുള്ളി ചെയ്തതും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. എങ്ങനെ ഇതൊന്ന് നോക്കി നിങ്ങൾ, ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ ദിവസവും മിനിറ്റുകൾ കളയാതെ നമ്മളൊരു 24 മണിക്കൂർ വരെ പ്രാക്ടീസ് ചെയ്യണം ഒരു ദിവസം. ഡെയിലി ലൈഫിൽ നമ്മൾ ഇതേപോലെ പ്രാക്ടീസ് ചെയ്താൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കും. അങ്ങനെ ആയാൽ മാത്രമേ ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റുള്ളൂ എന്ന്. ഇതെങ്ങനെയുണ്ട് കണ്ടോ നിങ്ങൾ? കുഞ്ഞാക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഈ പുള്ളിയുടെ ഹേയ് ഇതാണ് കേട്ടോ ഹൈലൈറ്റ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം, നല്ല രസമുണ്ട്. അങ്ങനെ മൂത്രമൊഴിക്കണ ഒരു പാവയായിരുന്നു. അതിങ്ങനെ മൂത്രമൊഴിച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ നല്ല രസമുണ്ടായി കാണാൻ. കുട്ടികളൊക്കെ കയ്യിലിരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം അത്രയേ ഉള്ളൂ. കാരണം വലിയ ആൾക്കാരുടെ ഈ ഒരു സർക്കസ് പോലുള്ളത് ഇങ്ങനെ കണ്ടിട്ട്. പക്ഷെ ഇതും അതേപോലെ തന്നെ കേട്ടോ. ഭയങ്കരമായിട്ട് നമ്മൾ മനുഷ്യന്മാർ ട്രെയിൻ ചെയ്യുന്നതും മൃഗങ്ങൾ ട്രെയിൻ ചെയ്യിക്കുന്നതും വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും മനുഷ്യന്മാരുടെയും രസമുണ്ട് കേട്ടോ. നമ്മൾ ആൾക്കാർ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ചെയ്യുന്നതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുഞ്ഞാവ് കുറച്ച് കഴിയുമ്പോൾ പേടിക്കാൻ തുടങ്ങി. പക്ഷെ എന്നാലും പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇരിക്കുക കേട്ടോ. ഇതിന് ശേഷം നമുക്ക് കുട്ടികൾക്കും നമുക്കും കുറച്ചും കൂടെ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു കരടിക്കുട്ടൻ വന്നപ്പോഴാണ് കേട്ടോ. ഞാൻ എന്നിട്ട് അമ്മയടുത്ത് പറയും, അമ്മ ജീവനില്ലാത്ത കരടിയാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ ബൊമ്മ കരടീനെങ്കിലും കാണാൻ പറ്റിയല്ലോ എന്ന്. അപ്പോഴത്തേക്കും കുട്ടികൾ വന്നിട്ട് അതിൻ്റെ രോമൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുന്നു, അതിന് ഓരോന്ന് ചെയ്യുന്നു, അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു. എന്നിട്ട് ആ ഒരു കുഞ്ഞൊരു ആളില്ലേ, അയാളൊക്കെ വന്നിട്ട് ചീത്ത പറയുന്നു. കരടി വേഗം തന്നെ, ഇത്രയല്ല കരടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടെ നേരം ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും കരടി എന്ത് ചെയ്തു, അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറ്റി വിട്ടു കേട്ടോ. പിന്നെ വെള്ളം വന്നതിന് ശേഷം അടുത്തതാണ് പഞ്ഞി മിഠായി അവരുടെ കയ്യിലുണ്ടായിരുന്നത്. അതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നതാണ് ഈ ബിങ്കോ, ലേസ് അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കേട്ടോ. അപ്പം നല്ല സെയിലും അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാം നല്ല എൻ്റർടൈൻ ചെയ്ത് നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ പക്ഷേ ആ ഒരു ഐസ്ക്രീമിൽ ഒതുക്കിയിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ വിരാസത്തിലേക്ക് പോകാൻ അങ്ങോട്ട് ബ്ലോക്ക് ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ തൊട്ടപ്പുറത്തുള്ള സൗത്ത് വെജ് അങ്ങനെ എന്തോ തോന്നുന്നുണ്ട് ആ ഹോട്ടലിൻ്റെ പേര് കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയില്ല. അവിടേക്കാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നന്ദിനി ആയിരുന്നു കേട്ടോ പണ്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു പണ്ടത്തെ നന്ദിനി. അപ്പോൾ അവിടെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് ഞാൻ വിരാസത്തിനെ വെച്ചിട്ട് പറയല്ല, പക്ഷേ എനിക്ക് കുറച്ചും കൂടെ എനിക്കിഷ്ടം വിരാസത്താണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുഡിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ക്വാളിറ്റിയിലുപരി ഫുഡിൻ്റെ ടേസ്റ്റും ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ പ്രൈസും. നമ്മളൊരു ബഡ്ജറ്റ്, നമ്മൾ ഒരു ഫാമിലി ആയിട്ടൊക്കെ പോണ സമയത്ത് നമ്മൾ കുറച്ച് ബഡ്ജറ്റും കൂടെ നോക്കുമല്ലോ സാധാരണക്കാർക്ക് എന്നുള്ള രീതിയിൽ. നമ്മൾ വലിയ പ്രൈസി ആയിട്ടുള്ള സംഭവങ്ങളല്ലാതെ അച്ഛന് അതുകൊണ്ട് വലിയ ഇങ്ങോട്ട് ഒരു തൃപ്തി പോരായിരുന്നു കേട്ടോ. അച്ഛൻ എന്നിട്ട് പറയാം, കുഴപ്പമില്ല, നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചങ്ങനെ പോരാം, പക്ഷേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അവിടെ പോയിട്ടൊക്കെ എല്ലാം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. കാരണം വെറൈറ്റി ഭയങ്കര വെറൈറ്റി കളക്ഷൻസ്. ഞാൻ എന്നിട്ട് ആലോചിക്കും, ഈശ്വര ഈ വെജിറ്റേറിയൻസിൽ ഇത്ര വെറൈറ്റി ഉണ്ടോ, വെജിറ്റേറിയനിൽ ഇത്ര വെറൈറ്റി ഉണ്ടോ എന്നുള്ളത് ഞാൻ അവിടെ നിന്നാണ് കേട്ടോ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം
അത്രയും വെറൈറ്റി ഉണ്ടായിരുന്നു. വെണ്ടയ്ക്കൊക്കെ വെച്ചിട്ട് മസാലയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വെജിറ്റബിൾ നൂഡിൽസ്, അതുപോലെ തന്നെ വെജ് നൂഡിൽസും വെജ് ഫ്രൈഡ് റൈസും, പിന്നെ അതുപോലെ തന്നെ ചില്ലി ഗോബി, ഒരു സെമി ഗ്രേവി എടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ മൂന്നാളും കൂടെ, മൂന്നല്ല 4 ആൾ, കുഞ്ഞാവയും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. അച്ഛൻ പിന്നെ ഊത്തപ്പാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ടർ ഐറ്റംസിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. റൊട്ടി, നാൻ, ഫുൽക്ക, കുൽച്ച, ഇതൊക്കെ ഇവിടെ വന്നാലേ കിട്ടുള്ളൂ. ഇതൊന്നും വിരാസത്തിൽ കിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഇവിടെ വന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഒരു സമയത്തൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെയാണ് കേട്ടോ. ഞാനിത് പ്രമോഷനാണ് പറയണതൊന്നും വിചാരിക്കരുത്. ഞാനവിടെ കയറിയതുകൊണ്ട് ഞാൻ ഇത്രയും വീഡിയോ എടുത്തുവല്ലോ. വീഡിയോ എടുത്തപ്പോൾ കഥ പറയണ്ടേ, കഥ പറയുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പോയതാണ്. കുഞ്ഞാക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമായി. ടേസ്റ്റ് വൈസും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ലൊരു എന്താ പറയുക, ഇവിടെ ഒരു അടുപ്പുണ്ട്, മറ്റേ നമ്മൾ ഈ കുൽച്ചൊക്കെ ചുടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു നമ്മളൊരു എന്താ പറയുക, സ്ട്രീറ്റ് സ്റ്റൈലായിട്ടും രസമുണ്ട് കഴിക്കാൻ.